അസ്സലാമു അലൈക്കും. തഅലീമുൽ മുതഅല്ലിം ഫസ്ലുൻ ഫിൽ ജിദ്ദി വൽ മുവാളബത്തി വൽ ഹിമ്മ. മനക്കരുത്ത്, ശീലം, പരിശ്രമം എന്നിവയെക്കുറിച്ച് പറയുന്ന ഫസ്ലിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. സർനുജി ഇമാം റളിയല്ലാഹു അൻഹു ഈ ഫസ്ലിൽ കൊണ്ടുവന്നത് ഇൽമിന് വേണ്ടി അധ്വാനം ചെയ്ത് രാത്രി ഉറക്കൊഴിച്ച് നന്നായി പഠിച്ച് നല്ല വലിയ ഉന്നതി കീഴടക്കണം എന്നതാണ്. ഇനി പറയുന്നത് വലാ യുജ്ഹദ് നഫ്സഹു, ശരീരം കൊണ്ട് നീ അത്യധ്വാനം ചെയ്യരുത്, കൂടുതൽ ഹാർഡ് വർക്ക്, ഭയങ്കരമായ വർക്ക് ചെയ്യരുത്. എങ്ങനത്തെ ജുഹ്ദൻ, ഒരു പരിശ്രമം, ഒരു അധ്വാനം. യുൽഇഫുൻ നഫ്സ്, നിൻ്റെ ശരീരത്തെ അത് ബലഹീനമാക്കും, ശരീരത്തിൻ്റെ ക്രിയാശേഷിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള, ശരീരത്തിൻ്റെ ഉന്മേഷം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അധ്വാനം ചെയ്യരുത്. ബൽ എന്നല്ല, യസ്തഅമിലു റിഫ്ഖ്, നീ മിതത്വം കാണിക്കണം, മിതമായി പെരുമാറണം. ഫീ ദാലിക, ഇൽമിൻ്റെ വിഷയത്തിലും, ഇൽമ പഠിക്കുന്ന വിഷയത്തിലും അധ്വാനത്തിൻ്റെ വിഷയത്തിലുമൊക്കെ വല്ലാതെ അധ്വാനിച്ച് ശരീരത്തെ ക്ഷീണിപ്പിക്കാതെ അതിലും മിതത്വം പാലിക്കണം, മിതമായി ചെയ്യണം. വരിഫ്ഖ്, മിതത്വം എന്ന് പറയുന്നത് അസ്ലുൻ അലീമുൻ ഫി ജമീഇൽ അഷ്യാ. അസ്ലുൻ അലീമുൻ, അത് വലിയ ഒരു അടിത്തറയാണ്. ഫി ജമീഇൽ അഷ്യാ, എല്ലാ വസ്തുക്കളിലും, എല്ലാത്തിലും മിതത്വം കാണിക്കണം. ഒന്നിലും കൂടുതലായി ഓവറാക്കി നഷ്ടപ്പെടുത്തരുത്. എന്ത് കാര്യമായാലും അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ. കൂടുതലാകുന്നത് എന്തുകൊണ്ടും ആപത്താണ്. അതുകൊണ്ട് അത്യധ്വാനം ചെയ്യാതെ അതിലും മിതത്വം കാണിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അലാ, അറിയുക, ഇന്ന ഹാദദ്ദീൻ, തീർച്ചയായും ഈ ദീന്, മതം, ഇസ്ലാം എന്ന് പറയുന്നത് മതീനുൻ, ബലിഷ്ഠമാണ്, ഖവിയാണ്, ബലിഷ്ഠമാണ്. ഫഅഗ്ഹിലു, അതിൽ ഇടപെടുക, ഫീഹി, ആ ദീനിൽ, ബിരിഫ്ഖിൻ, വളരെ മിതത്വത്തോടുകൂടെ, സൗമ്യതയോടുകൂടെ ഇടപെടുക. ദീന് ബലിഷ്ഠമാണ്. അതുകൊണ്ട് നാം ബലിഷ്ഠമായി പ്രശ്നങ്ങളുണ്ടാക്കി, പ്രയാസങ്ങളുണ്ടാക്കി അതിൽ ഇടപെടുകയല്ല വേണ്ടത്. മറിച്ച് ഫഅഗ്ഹിലു ഫീഹി ബിരിഫ്ഖിൻ, വളരെ സൗമ്യതയോടുകൂടെ, മിതത്വത്തോടുകൂടെ നാം അതിലൊക്കെ ഇടപെടണം. വലാ തുബ്ഗിൽ, ശരീരത്തെ വെറുപ്പിക്കരുത്, ക്ഷീണിപ്പിക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുത്. അലാ നഫ്സിക ഇബാദത്തില്ലാഹി തആല, അല്ലാഹു തആലയുടെ ഇബാദത്തിൽ നിന്ന് വല്ലാതെ ചെയ്ത്, കൂടുതൽ അധ്വാനിച്ച്, കൂടുതൽ ഇബാദത്ത് ചെയ്ത് ശരീരത്തെ ക്ഷീണിപ്പിച്ച് വെറുപ്പിച്ച് മറ്റുള്ള ഇബാദത്തിന് കൂടെ തടസ്സം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്. ഫഇന്നൽ മുൻബത്ത്, മുൻബത്ത് എന്ന് പറഞ്ഞാൽ ജഹദ ദാബത്തഹു ഹത്ത ആയത്, ക്ഷീണിക്കുന്നത് വരെ മൃഗത്തെ അത്യധ്വാനം ചെയ്യിപ്പിച്ച ആൾ. യാത്രാമൃഗത്തെ യാത്രയുടെ വേളയിലും അല്ലാതെയുമായി ക്ഷീണിപ്പിച്ച്, അത്യധ്വാനം ചെയ്യിപ്പിച്ച്, കൂടുതൽ ഭാരമെടുപ്പിച്ച് അതിനെ വല്ലാതെ ക്ഷീണിപ്പിച്ച ആൾ. ലാ അർളൻ ഖത്തഅ, അവൻ ഒരു ഭൂമിയെയും താണ്ടാൻ സാധിക്കുകയില്ല. ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ, കൂടുതൽ സ്ഥലങ്ങൾ താണ്ടിക്കടക്കാൻ അവന് സാധിക്കുകയില്ല. വലാ ലഹ്റൻ അബ്ഖ, കയറാൻ ഒരു മുതുകും അവന് ലഭിക്കുകയില്ല. ഈ കൂടുതൽ യാത്ര ചെയ്യുകയോ അവനെ മുതുകത്തിരുത്തി മുന്നോട്ട് നീങ്ങാനോ സാധിക്കാത്ത വിധം ക്ഷീണമായിട്ടുണ്ടാകും. കൂടുതൽ അധ്വാനിപ്പിച്ച് യാത്രാമൃഗത്തെ ക്ഷീണിപ്പിച്ചാൽ അവന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നഫ്സുക മുത്തിയ്യത്തുക, നിൻ്റെ ശരീരം നിൻ്റെ വാഹനമാണ്.
നിൻ്റെ ശരീരമെന്ന് പറയുന്നത് നിൻ്റെ സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ്. ഫർഫുഖ് ബിഹ, ആ ശരീരത്തോട് നീ മിതത്വം കാണിക്കുക, സൗമ്യതയോടുകൂടെ പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ശരീരം യാത്രാമൃഗമാണ്. ആ ശരീരത്തെ നീ നല്ല രീതിയിൽ സൗമ്യതയോടുകൂടെ മിതത്വത്തോടുകൂടെ പെരുമാറുക. ഇല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ചു പോകും, നിനക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് നന്നായി ഇൽമിന് വേണ്ടി അധ്വാനിക്കണം. ഇൽമ് ലഭിക്കണമെങ്കിൽ ഉറക്കമൊഴിക്കേണ്ടതുണ്ട്, കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ അധ്വാനം എന്നത് അത്യധ്വാനമായി വിഷമത്തിലേക്കും പ്രയാസത്തിലേക്കും ശരീരത്തിൻ്റെ ക്ഷീണത്തിലേക്കുമൊക്കെ എത്തിയാൽ അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക. മറ്റുള്ള ഇബാദത്തിനോ കൂടുതൽ പഠിക്കുന്നതിനോ ഉള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടുകയും നാം മറ്റുള്ള എല്ലാ കാര്യത്തിലും ബേക്കിലാവുകയും ചെയ്യും. അങ്ങനെ അത്യധ്വാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.